നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേണ്ടപ്പെട്ട ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ഒറ്റവരും ഉടയവരുമായ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗത്തിന് വിധേയമായിക്കൊണ്ട് അവര് ഓപ്പറേഷന് വിധേയരായി അവർ തിയേറ്ററിലാണുള്ളത്. നമ്മളവരുടെ കൂട്ടിരിപ്പുകാരാണ്. നമ്മുടെ ബന്ധപ്പെട്ട ആള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് ആത്മാർത്ഥപരമായി കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അയാളുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട്. സുരക്ഷിതമായി ആരോഗ്യവാനായി തിരിച്ച് ആ തിയേറ്ററിൽ നിന്ന് ഇറക്കണമേ, കാണിച്ചു തരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥപരമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ രോഗി ഒരു നോർമലായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി, ആ രോഗിയും മാറുന്നു, നമ്മളും മാറിപ്പോകുന്നു. മകന് വേണ്ടിയിട്ട് ഒരുപാട് വിവാഹാന്വേഷണങ്ങൾ നടത്തി. 1 2 പ്രാവശ്യവും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്നു. ആ സമയത്തൊന്നും വിവാഹം റെഡിയായില്ല. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഉമ്മയും ബാപ്പയും അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, നിരന്തരമായി കണ്ണീരൊഴുക്കി ചോദിക്കുന്നു. എന്നിട്ട് ആ കണ്ണീരൊഴുക്കുന്നത് പടച്ചവൻ കാണുകയും അള്ളാഹു സ്വീകരിക്കുകയും ഒരു ബന്ധം റെഡിയാവുകയും ചെയ്താലേ ആ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന അനിസ്ലാമികതകൾ അതിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന മാതാവും മൗനം നടിക്കുന്ന പിതാവിനെയും നമ്മൾ കാണുന്നു. ഇവിടെയാണ് അല്ലാഹു തആല നൽകിയ ആ അള്ളാഹുവിനോട് ചോദിച്ച ആ ചോദ്യം, അള്ളാഹുവിന്റെ മുന്നില് വിനയാന്വിതനായിക്കൊണ്ട് ചോദിച്ച ആ ചോദ്യം, ആ പ്രാർത്ഥനകളും ആ രീതികളും അവരോട് മറന്നുപോയി. ഇവിടെയാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, വഇദാ മസ്സൽ ഇൻസാനു ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. ഒരു ദുരിതം ഒരു മനുഷ്യനെ ബാധിക്കുന്നു, എന്നിട്ട് ആ ദുരിതം ബാധിച്ചത് കൊണ്ട് അവൻ വിനയാന്വിതനായിക്കൊണ്ട് താഴ്മയോടുകൂടെ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിൽ നിന്ന് അവനിക്കൊരു അനുഗ്രഹം ലഭിച്ചു. എന്നാൽ ഇതിന്റെ മുമ്പ് അവൻ പ്രാർത്ഥിച്ചതെല്ലാം അവനോട് മറന്നുപോയി. ഇതിന്റെ മുമ്പ് അവൻ ചോദിച്ചതെല്ലാം അവനോട് മറന്നുപോയി. ഇങ്ങനെ ഒരു മൈൻഡ് മനുഷ്യർക്കുണ്ടാകും. ആ മൈൻഡ് പാടില്ല എന്നതാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്കങ്ങനെ ഒരു മൈൻഡ് ഉണ്ടോ, നമ്മൾ അങ്ങനെ ആയിരുന്നോ എന്ന്. വിസിറ്റ് യുഎഇയിലോ മറ്റോ വിസിറ്റ് പോയി, ജോലിയില്ല, ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി നോക്കി, ഒരു സ്ഥലത്തു നിന്നും ജോലി റെഡിയാകുന്നില്ല. 5 നേരവും പള്ളിയിൽ പോയി ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് അല്ലാഹുവിനോട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ജോലി ശരിയാകുന്നു. അതിന്റെ ശേഷം നേരത്തെ പ്രാർത്ഥിച്ചതെല്ലാം മറന്നുപോയി. പിന്നെ നമസ്കാരത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന ചില യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സേവ് ചെയ്തു വെക്കേണ്ടത്. നീ നിനക്ക് നല്ല സൗഖ്യമുള്ള സമയത്ത്, നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള സമയത്ത് നീ അല്ലാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, നീ അല്ലാഹുവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിനക്ക് ദുരിതമുണ്ടാകുമ്പോ, നിനക്ക് പ്രയാസമുണ്ടാകുമ്പോ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അല്ലാഹു നിന്നെയും അറിയും എന്ന് റസൂല് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെയായിരിക്കണം. സിദ്ധത്തിൽ പ്രയാസമുള്ളപ്പോൾ മാത്രമല്ല, സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ അല്ലാഹു നമ്മളെ അറിയും. നമുക്കറിയാമല്ലോ, 3 പേരെ ഒരു ഗുഹയിൽ കുടുങ്ങിയ ചരിത്രം. അവരെ രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത സമയത്ത് അല്ലാഹു അവരെ തിരിച്ചറിഞ്ഞു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം മറ്റൊന്നുമല്ല, അവരുടെ
ഹാപ്പിയായ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അവരെ അള്ളാഹുവിനെ ഓർത്തു. ആ ഓർത്ത കാര്യങ്ങള് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു. അള്ളാഹുവിനെ അവർ മറന്നില്ല. ആ സൽക്കർമ്മങ്ങള് അവരെടുത്ത് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അത് കേട്ടു. അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. നേരെ മറിച്ച് ഫിർഔനിന്റെ ഒരു കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്താണ് പറയുന്നത്? മുങ്ങി മരിക്കാൻ നോക്കുന്ന സമയത്ത് ആ ഫിർഔന് പറയുന്നുണ്ട്, ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമൻതു ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ ബനൂ ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞത് വേണ്ട, ഇപ്പോൾ അത് സ്വീകരിക്കില്ല എന്നതാണ്. കാരണം സന്തോഷവും സമാധാനവും അധികാരവും എല്ലാമുള്ള ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ദാർഢ്യമായിരുന്നു, അഹങ്കാരമായിരുന്നു, ധിക്കാരമായിരുന്നു. അള്ളാഹുവിനെ അംഗീകരിച്ചില്ല. അള്ളാഹു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ മനുഷ്യനെയും അംഗീകരിച്ചില്ല എന്നതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ചില ആൾക്കാർക്ക് വേറെ ചില മൈൻഡുകളുണ്ട്. എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് അർഹനാണ് എന്നുള്ള ഒരു മൈൻഡ്, അതെല്ലാം എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ വേറെ ചില ആൾക്കാർക്കുള്ള മൈൻഡോ, ഉള്ള അനുഗ്രഹങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നിന്ദിച്ചു കളഞ്ഞു എന്നുള്ളൊരു മൈൻഡും. ഈ രണ്ട് മൈൻഡും ശരിയല്ല എന്ന് അല്ലാഹു തആല പറയുന്നു. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബഹു വഅക്റമഹു വനഅമഹു വയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു വഖദറ അലൈഹി റിസ്ഖഹു വയഖൂലു റബ്ബി അഹാനൻ. ഈ രണ്ട് മൈൻഡിനെ പറ്റിയും അല്ലാഹു പറയുന്നു, കല്ല, അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അവന്റെ ഉപജീവനം അവൻ വിശാലമാക്കി കൊടുക്കും. എല്ലാവർക്കും ഒരുപോലെ ആക്കി കൊടുക്കണമെന്നില്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ തീരുമാനം. എന്നിട്ട് ലഭിച്ചവൻ അതുകൊണ്ട് സന്തോഷിക്കുന്നു, ലഭിക്കാത്തവൻ സന്തോഷമില്ല, ദുഃഖിക്കേണ്ടതില്ല, ആശയപോകേണ്ടതില്ല. കാരണം പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം ഒന്നുമല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ജനങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊരു മൈൻഡിനെ കൂടിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഅരിഫൂനല്ലാഹ ഫിർറഹാഇ വശിദ. ചില ആൾക്കാരുടെ മൈൻഡ് അങ്ങനെയാണ്. ഒരു കാലത്തും എന്ത് സമാധാന അന്തരീക്ഷമാണെങ്കിലും എന്ത് ദുഃഖമുള്ള ഒരു സാഹചര്യമാണെങ്കിലും ശരി, അവർ അല്ലാഹുവിനെ സംബന്ധിച്ച് യാതൊരു ചിന്തയും ഉണ്ടാവുകയില്ല. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً فَرِحُوا بِهَا وَإِذَا تُصِبْهُمْ سَيِّئَةٌ എന്നിട്ട് അല്ലാഹു പറയുന്നു, إِذَا هُمْ يَقْنُطُونَ. إِذَا أَذَقْنَا النَّاسَ رَحْمَةً. അല്ലാഹു തആല ചില ജനങ്ങൾക്ക് കാരുണ്യം നൽകും. എന്നാലോ ആ കാരുണ്യം, അവരെ കാരുണ്യത്തിൽ ഫരിഹൂ ബിഹാ, അവർ വല്ലാതെ സന്തോഷിക്കും. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിലോ ഇദാഹും യഖ്നുതൂൻ, അവരെ ആകെ തളർന്നു പോകും. ഇത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും മനസ്സിലാക്കാത്ത ഒരാളുടെ സാഹചര്യമാണ്, ഒരവസ്ഥയാണ്. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു തആല പറയുന്നത്, ഏതു സമയത്തും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. നമുക്കുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ച് തഖ്വയും തവക്കുലുമുള്ള ഒരു മനുഷ്യനായി ജീവിക്കണമെന്നാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്. പ്രാർത്ഥന ഏത് സമയത്തും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം.